Hello everyone, welcome back to our channel Shuttu and Mama. അയ്യോ, അപ്പോൾ ഇതാ നമ്മളിപ്പോൾ എണീച്ചിട്ടേ ഉള്ളൂ. നല്ല ലേറ്റായി പോയി, ഉറങ്ങാനും ലേറ്റായി, എണീക്കാനും ലേറ്റായി. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് താഴ്പരിപാടി പോയി നോക്കണം. ഇന്ന് നമ്മൾ എൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ നമ്മളൊരു ഡെയിലി വ്ലോഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ താഴ്പോട്ടെ അല്ലേ. ഷുട്ടു ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഗുഡ് മോർണിംഗ്. പുട്ടുമീശായി നമ്മൾ എന്നിട്ട് മുടിയൊക്കെ മുടിച്ചിട്ട് അല്ലേ. പോവാ താഴെ പോവാ. അമ്മ എടുക്കാം. ഷുട്ടുപ്പി അങ്ങനെ എണീച്ച് അപ്പം തന്നെ അമ്മമ്മേൻ്റെ തോളിൽ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പോയിട്ടൊന്ന് പല്ല് തേച്ച് ഫ്രഷ് ആവട്ടെ. അച്ഛൻ ഇവിടെ ഇല്ലയെന്ന് തോന്നുന്നു. ഇപ്പം എന്തായാലും ഞാൻ പല്ല് തേക്കട്ടെ. അപ്പോൾ അങ്ങനെ ഈ ഷുട്ടൂപ്പി അമ്മമ്മേൻ്റെ അടുക്കുന്ന കളിക്കുമ്പോഴേക്കും ഞാൻ നേരെ പോയിട്ട് പിന്നെ ബ്രഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെ ഗുളിക കുടിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ പിന്നെ കുട്ടപ്പന എണീച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ കൂടുതൽ സമയം വെയിറ്റ് ചെയ്യുന്നില്ല, ഞാൻ വേഗം ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ബ്രഷ് ചെയ്തതിന് ശേഷം ഷുട്ടുവിന് ബ്രഷ് ചെയ്യിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് അമ്മമ്മയും മോളും കൂടെ ഇവിടുന്ന് രാവിലെ തന്നെ കളി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നേരെ ചായ വെക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഞാൻ പല്ലൊക്കെ തേച്ച് എന്താ പറയുക ഒന്ന് ഫ്രഷായി. ഇനിയിപ്പം ചായ വെക്കണം. കുട്ടപ്പം എന്തായാലും എണീച്ചിട്ടേ ഉള്ളൂ. കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നല്ല ലേറ്റാവും. അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ട് പിന്നെ ഷുട്ടിന് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് നമുക്ക് പുട്ടും ചെറുപയർ കറിയാണ്. പുട്ട് ഉണ്ട്, ചെറുപയർ കറിയുണ്ട്. പിന്നെ നമുക്ക് ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ട്. ഞാൻ മിക്കവാറും ചിക്കൻ കറിയും പുട്ടുമായിരിക്കും. ചായ വെക്കുന്നതിന് മുന്നേ പിന്നെ നമ്മളിങ്ങനെ ചുമ്മാ പുറത്തേക്കൊക്കെ ഒന്ന് നടന്നു. ഷുട്ടുവിന് ഫിഷിനെ കാണണം എന്നും പറഞ്ഞ് നമുക്കവിടെ മുറ്റത്ത് ചെറിയൊരു പോണ്ട് പോലത്തെ സെറ്റപ്പ് ഉണ്ട്. അതിൽ കുറേ ഗപ്പിക്കുട്ടികളുണ്ട്, അതിനെ കാണണം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇതാ നമ്മളെ ജാനുവേട്ടൻ പുതിയ തോക്കൊക്കെ ആയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവളെ ഒന്ന് ബ്രഷ് ചെയ്യിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ. ബെഷോട്ടി, അയ്യോ അമ്മ ബെഷ് ബെഷോട്ടി ബെഷ് 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 ബെഷ്. അമ്മ തേച്ചേര പീഷ് പീഷ്. ഏച്ചിമാരടുത്ത് കളിക്കാൻ പോണ്ടേ? പോണ്ടേ? എന്നാ ഷുട്ടു തേച്ചോ. അങ്ങനെ ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ ഞങ്ങൾ ബ്രഷൊക്കെ ചെയ്തെടുപ്പിച്ചു. പിന്നെ ഞാൻ നേരെ പോയി ചായ വെക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ഞാൻ ഇപ്പോൾ കുറേ നാളിന് ശേഷം നമ്മൾ കാവല വീട്ടിലൊക്കെ പോയവരാണ് എന്താ പറയുക പാൽ ചായ കുടിക്കാൻ തുടങ്ങിയത്. അതുവരെ കുറച്ച് കട്ടനൊക്കെ ആയിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പിന്നെയും ഞാൻ പാൽ ചായ ഇപ്പോൾ കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. ഇനിയിപ്പം അധികം വൈകാണ്ട് തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്തെടുക്കണം. ശീലമായി കഴിഞ്ഞാൽ പിന്നെയും ശീലമായി പോകും. അങ്ങനെ ഇതാ എൻ്റെ ചായ റെഡിയാവുന്നുണ്ട്. അങ്ങനെ ചായയൊക്കെ ആയി കഴിയുമ്പോഴേക്കും ഞാൻ എന്നാൽ പിന്നെ നമ്മൾ ചിക്കൻ കറി ചൂടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എന്തായാലും ചിക്കൻ കറിയും പുട്ടുമാണ് കഴിക്കാൻ പോകുന്നത്. കുട്ടപ്പൻ മിക്കവാറും ചെറുപയർ കറി ആയിരിക്കും. അപ്പോൾ ഇതാ ഞാൻ ലേറ്റ് ആവാണ്ട് നേരെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഷുട്ടു അമ്മയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ഓരോന്ന് കളിക്കുന്നുണ്ട്. അവൾക്ക് എങ്ങനെ ഫോൺ കയ്യിൽ കിട്ടാമെന്നുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവൾ. ഓളാരും മോള് കണ്ടില്ലേ, അമ്മമ്മ ആ പാട്ട് വേണം ഈ പാട്ട് വേണമെന്നും പറഞ്ഞ് മാറ്റി 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 എങ്ങനെയെങ്കിലും ഒന്ന് കയ്യിലേക്ക് എടുക്കാനുള്ള പരിപാടി നോക്കുന്നുണ്ട് കാശി. ഇപ്പം അത്യാവശ്യം നല്ല വാശി കൂടി വരുന്നുണ്ട് ഫോണിൻ്റെ കാര്യത്തിൽ. അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പിന്നെ ഇതാ ക്ലീനിങ്ങിലേക്ക് കടന്നു. കുറച്ച് പാത്രമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു.
അപ്പോഴേക്ക് തന്നെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ പോയിട്ട്. അപ്പോൾ കുറച്ച് പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു. ചുട്ടിപ്പോൾ രാവിലെ തന്നെ അതാണ് കുടിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ ഇത് അച്ഛൻ കൊണ്ടുവന്ന ചന്ദനമൊക്കെ അമ്മമ്മ തൊട്ട് കൊടുത്തു. മീൻവൈൽ ബാക്കിൽ അവൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അവളിങ്ങനെ ഇതാ പാട്ടും കേട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട്. കയ്യിൽ കിട്ടാത്തതുകൊണ്ട് പിന്നെ കേൾക്കുന്ന വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പാട്ട് കേൾക്കുമ്പോൾ അവൾ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് അതിൻ്റെ പിന്നാലെ അങ്ങനെ പോയിക്കോളും. പക്ഷെ ഞാൻ കയ്യിൽ കൊടുക്കാറില്ല, ഇങ്ങനെ കേൾപ്പിച്ച് കൊടുക്കും. എപ്പോഴെങ്കിലും പിന്നെ എന്താ പറയുക, വാശി പിടിക്കുമ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കും, പക്ഷേ എങ്കിൽ കയ്യിൽ കൊടുക്കാറില്ല. അങ്ങനെ നമ്മൾ ചായ കുടിയെല്ലാം കഴിഞ്ഞ് ചുട്ടൂന് കൊടുത്തിട്ടില്ല. അവൾ പായസം കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അച്ഛൻ പായസം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്കിന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല. ചോറിന് എന്ത് വെക്കും എന്നുള്ള ഡിസ്കഷനിലാണ്. ഞാൻ എൻ്റെ ആക്കുമ്പോൾ കാണിക്കാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചുട്ടുപ്പിനെ ഒന്ന് സെറ്റാക്കി വെക്കുമ്പോഴേക്കും ഇതാ കുട്ടപ്പൻ എണീച്ചു. അങ്ങനെ ഞാൻ ചായയൊക്കെ കൊടുത്തു. ചുട്ടും അച്ചാച്ചനും കൂടി അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അതും ഇങ്ങനെ ഓരോന്ന് പാട്ട് വെക്ക അച്ചാച്ചാന്ന് പറഞ്ഞിട്ടുള്ള കളിയായിരുന്നു. അങ്ങനെ അതൊന്നും നടക്കാണ്ടായപ്പോൾ പിന്നെ ആൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെയും ഓമനയോ നമ്മളെ വീട്ടിലെ ചെടി. ഇന്നലത്തെ മഴയ്ക്ക് ഇതെല്ലാം ചാഞ്ഞു വന്നു. ചുട്ട അവിടെ നിന്നേ, അമ്മ ഒരു ഫോട്ടോ എടുക്കട്ടെ. നിൽക്കില്ല. അങ്ങനെ ഞാൻ പിന്നെ അവൾക്ക് കുറച്ച് പുട്ടും ചിക്കൻ കറിയും ഒക്കെ കൊടുത്തതിന് ശേഷം ഇതാ നേരെ ഏച്ചിമാരെടുത്ത് കളിക്കാൻ പോകണമെന്ന് പറഞ്ഞ് പിന്നെ അതിനായി. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് സമയം കളിക്കട്ടെ, അപ്പോഴേക്ക് എൻ്റെ പണിയൊക്കെ റെഡി ആവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് ബീൻസ് ഉപ്പേരി വെണ്ടക്ക കറിയാക്കാമെന്ന് പറഞ്ഞമ്മ. പിന്നെ നമ്മൾ അതിനുള്ള പരിപാടിയെല്ലാം നോക്കട്ടെ. ഇന്ന് മീൻ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇന്ന് ലൈറ്റ് ഫുഡ് വെജ്. നാളെ പിന്നെ കല്യാണം ഉള്ളതുകൊണ്ട് നമുക്ക് ബിരിയാണി ഇരിക്കും. പിന്നെ ഇന്നും ബിരിയാണി വേണ്ടാന്ന് വിചാരിച്ച്. അപ്പം എന്തായാലും നമ്മൾ എല്ലാം സെറ്റാക്കട്ടെ. അമ്മ ഞാൻ ക്യാമറ തുറന്നതിൻ്റെ കോമഡി ആയിട്ടില്ല എന്താ പറയുക നാണാണ് കാണുന്നത്. അപ്പം ഞാൻ പറയായിരുന്നു പണ്ടത്തെ വെഡ്ഡിങ് വീഡിയോസിൽ അങ്ങനെ എന്താ പറയുക അങ്ങനത്തെ കുറേ നാണമൊക്കെ കാണാൻ പറ്റില്ല. അപ്പോൾ അതാണ് കാണിക്കുന്നതെന്ന് ഇങ്ങനെ പറയായിരുന്നു ഞാൻ. അപ്പോൾ പിന്നെ ഞാൻ നേരെ നമ്മൾ ഉപ്പേരിക്കുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചാൽ പിന്നെ നമുക്ക് വെക്കേണ്ട പണിയല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ നേരെ കട്ടിങ്ങിലേക്ക് നീങ്ങി. മീൻവൈൽ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന വേറൊന്നുമല്ല, ഹെയർ ഫോളിനെ കുറിച്ചായിരുന്നു. എങ്ങനെയാണ് ഹെയർ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ എല്ലാ മാർഗവും പരീക്ഷിച്ചിട്ട് വരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എൻ്റെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കത് ഇപ്പോഴും നല്ല കൺട്രോളായിട്ട് വരാത്തത്. ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഈ ഹെയർ ഫോൾ എനിക്ക് നല്ലപോലെ കൺട്രോൾ ആവാത്തതെന്ന് എനിക്ക് തോന്നുന്നു. വേറെ ഞാൻ ഹെയർ കെയറും കാര്യമൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ വീഡിയോയും ഞാൻ പറയുന്നതും തമ്മിൽ വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇത് ഉപ്പേരിൻ്റെ സാധനമൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പം നമ്മൾ വെണ്ടക്ക കറി വെക്കാമെന്ന് ഡിസൈഡ് ചെയ്തു. കാരണം നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ വിളിച്ച് അന്വേഷിച്ച് താൽക്കാലികമായിട്ട് എന്തെങ്കിലും മീൻ കിട്ടുമോ എന്നുള്ളത് അന്വേഷിച്ച് വെച്ചിട്ടുണ്ട്. സോ അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് ഞാൻ മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. അമ്മ ഇവിടെ വെക്കുന്ന രീതിയിലാട്ടോ ഞാൻ കഷ്ണമൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ വേറെ രീതി ഇവിടെ വേറെ രീതി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓരോ സ്ഥലത്തും ഓരോ ടേസ്റ്റിലാണല്ലോ കറിയൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് വെച്ച് പിന്നെ ഞാൻ ചുട്ടൂനും ജ്യൂസൊക്കെ ആക്കി വെച്ചതിന് ശേഷം അവളെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ എൻ്റെ ഉപ്പേരിക്കുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞു. അത് ഫുള്ളായിട്ടൊന്ന് കംപ്ലീറ്റ് ആയിട്ടെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം ഇതുണ്ടാക്കിയിട്ട് ഞാൻ ചുട്ടിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അവളെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. ചില ആൾക്കാർ ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമല്ലാണ്ട് മുളക് പൊടിയും ഇട്ട് മിക്സാക്കി വെക്കുന്നത് കാണാറുണ്ട്. പക്ഷെ നമുക്കാർക്കും ഇവിടെ അങ്ങനത്തെ സംഭവം ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് ഉപ്പേരി എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതൊക്കെ ചെയ്ത് വെച്ചിട്ട് ഞാൻ നേരെ ഉപ്പേരി ഉണ്ടാക്കാൻ പോയി. തേങ്ങ ലാസ്റ്റ് ഞാൻ പറയാം
എൻ്റെ ഫോണിൻ്റെ അങ്ങനെ ഇത് ആ ഉപ്പേരിൻ്റെ പരിപാടിയെല്ലാം ഒരു സൈഡിൽ കൂടെ ചെയ്തതിന് ശേഷം ഞാൻ നേരെ പോയിട്ട് ചുട്ടുവിൻ്റെ കുപ്പി, അതായത് ജ്യൂസ് കുടിക്കുന്ന കുപ്പിയൊക്കെ എടുത്ത് ഞാനൊന്ന് വെള്ളത്തിലിട്ട് ചൂടാക്കാമെന്ന് വിചാരിച്ചു. സാധാരണ വെള്ളം ഒഴിച്ച് വെച്ച് ഞാൻ സെറ്റാക്കാറാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ഷുട്ടൂന് ജ്യൂസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കുപ്പിയെല്ലാം ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതെവിടെ ബത്തക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ബത്തക്ക ജ്യൂസ് ആക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അമ്മ പിന്നെ ഇഞ്ചിക്കറി ആക്കാമെന്ന് പറഞ്ഞു. വെണ്ടക്ക കറി, ഇഞ്ചിക്കറി, പിന്നെ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളെ ബീൻസ് ഉപ്പേരി. അത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഐറ്റംസ്. ഞാൻ എന്തായാലും ഷുട്ടൂന് ജ്യൂസ് ആക്കി കൊടുക്കട്ടെ. കളിക്കാൻ പോയിട്ട് വന്നിട്ടുണ്ട് ആള്. ഷുട്ടൂന് ഓരോ ദിവസവും ഓരോ ജ്യൂസാണ് ഞാൻ കൊടുക്കാറുള്ളത്. ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പുതിയ ആൾക്കാരാണെങ്കിലും വീട് കാണുന്നുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് വിചാരിച്ചാണ് ഞാൻ ഒന്നും കൂടി കൺഫ്യൂഷൻ വേണ്ടാന്ന് വെച്ച് പറയുന്നതാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് വരുമ്പം ബാക്കിയുണ്ടായിരുന്ന വാട്ടർമെലൺ ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നതാണ്. ഇന്നലെ അമ്മേൻ്റെ കൂടെ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഞാൻ പിന്നെയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചു ആൾക്ക്. എനിക്ക് മറ്റേ നമ്മുടെ പച്ചമുന്തിരി മാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് തീർത്തതിന് ശേഷം പുതിയ വാട്ടർമെലൺ എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ. ഓ ഷുട്ടു അച്ചാച്ചനും കിളീനെ നോക്കുന്നുണ്ട്. കിളീനെ കാണുന്നില്ല ഷുട്ട. ആ കണ്ണു കുഞ്ഞിക്കിലുണ്ട്. ഷുട്ടു ബത്തക്ക കുടിക്കുന്നേ, കിളി തേന് കുടിക്കുന്നല്ലേ. ഇതെന്തിനു മൂടി വെക്കുന്നേ? അയ്യേ. അങ്ങനെ ഇത് അവസാനം നോക്കിയിരുന്ന് നമുക്ക് 2 മീൻ കിട്ടി. ഇത് അയിലപ്പാരയാണ്. ഇതിന് നിങ്ങളെ നാട്ടിൽ എന്താ പറയുക അറിയില്ല. അയില തന്നെ, പക്ഷെ ഈ വലിയ സാധനം. അതിൻ്റെ കൂടെ അമ്മ ഇഞ്ചിക്കറി ഉണ്ടാക്കാമെന്ന് വെച്ചു. അമ്മയുടെ സ്പെഷ്യൽ, നമ്മുടെ കണ്ണൂർക്കാരുടെ സ്പെഷ്യലാണ് ഇഞ്ചിക്കറി. പിന്നെ അപ്പളേക്കും ഷുട്ടൂന് പാല് വേണമെന്ന് പറഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങി. ചുട്ടുപ്പ് ജ്യൂസ് കുടിച്ചു, പക്ഷെ ചുട്ടുപ്പേക്ക് കുറച്ച് പാലും കൂടി വേണം പോലും. അപ്പം നമ്മൾ പാല് കുടിച്ചിട്ടേ ഗായ്സ്. തരാം. അങ്ങനെ ചുട്ടുപ്പി പാലെല്ലാം കുടിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ അമ്മേൻ്റെ ലഞ്ചിൻ്റെ പരിപാടിയെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ വരുന്നുണ്ടായിട്ടില്ല. അപ്പം എന്തായാലും നമുക്ക് പോയി നോക്കാം അമ്മേൻ്റെ എന്തായി എന്നുള്ളത്. അതൊന്നും എടുക്കണ്ടപ്പാ. ഇനി മീൻ ഫ്രൈ അല്ലേ എല്ലാം ബാക്കിയല്ലേ. ഇഞ്ചിക്കറിയാ? ഇഞ്ചിക്കറി റെഡി. എത്തുന്നുണ്ടാ ചപ്പാത്തി പരത്തായേ അമ്മേ? അയ്യോ ഉണ്ട് പോയില്ലേ മമ്മിക്ക്. ചുട്ടുനെ കൂട്ടണം. അങ്ങനെ അച്ഛനും മോളും അവിടെ നിന്ന് കളിക്കുമ്പോഴേക്കും ഞാൻ നേരെ പോയിട്ട് ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ലഞ്ചിൻ്റെ പരിപാടിയിൽ ഏകദേശം കഴിഞ്ഞ്. ഇനിയിപ്പോൾ നമുക്ക് ഫിഷ് ഫ്രൈ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇത് അച്ഛനും മോളും കൂടെ അവിടെ നടി ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇനി എന്തായാലും ഏകദേശം ആയിട്ടാകുമ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ചുട്ട് പാൽ കുടിച്ചുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടേ തിന്നലുണ്ടാവും ചോറ്. എന്തായാലും ഞാൻ അവൾക്ക് ചോറ് കൊടുക്കുമ്പം കാണാം അച്ഛൻ്റെ കാലിൽ ചപ്പാത്തിക്കോലിട്ട് പൈസ. ഞാൻ എന്തായാലും എൻ്റെ ഫോൺ കുറച്ച് സമയം ചാർജ് ചെയ്ത് വെക്കണം. അങ്ങനെ അതെല്ലാം ഒരുവിധം എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നേരെ പോയിട്ട് ഷുട്ടുവിൻ്റെ നഖമൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്താ പറയുക, ഇപ്പോൾ 2 ദിവസം ആയെങ്കിലും ഞാൻ മുറിച്ച് കൊടുത്തിട്ട്, പക്ഷെ അപ്പോഴേക്ക് തന്നെ അവളുടെ നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ ഞാൻ നേരെ എൻ്റെയും നഖം ഒന്ന് മുറിച്ച് ഷേപ്പ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നാളെ കല്യാണമുണ്ട്. അപ്പോൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ള ചെറിയ എന്താ പറയുക മിനുക്ക് പരിപാടികളാണിതൊക്കെ. അവളെ ഓരോന്ന് പറഞ്ഞ് അങ്ങനെ പിടിച്ചിരുത്തുന്നതാണ്. കളീൻ്റെ ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയോ ഓരോന്ന് പറഞ്ഞാണ് ഞാൻ ഇരുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കന്നെ ഒരുവിധം സമയമായിട്ടുണ്ടായിരുന്നു. 1 മണിയൊക്കെ ആയപ്പോൾ പിന്നെ 1:30 ആയപ്പോൾ ഞാൻ നേരെ അവൾക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൾക്ക് ചോറ് കൊടുത്തതിന് ശേഷം ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ എന്തായാലും ഞാൻ കഴിക്കുന്നിടത്ത് വന്നിട്ട് എന്തെങ്കിലും അലമ്പുണ്ടാക്കും. അതുകൊണ്ട് ഇത് ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ഫിഷ്. അപ്പോൾ ഞാൻ ഒരു ഫിഷ് ഫ്രൈയും പിന്നെ നമ്മുടെ വെണ്ടക്ക കറിയൊക്കെ കൂട്ടി ആൾക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഓരോ കഥയും എന്തെങ്കിലും സ്റ്റോറിയൊക്കെ ഒന്നുകിൽ കാണിക്കാണ്ട് ഫോണിൽ സ്റ്റോറി മാത്രം വെച്ചിട്ടോ അല്ലെങ്കിൽ പാട്ട് മാത്രമൊക്കെ വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും
ചോറ് കൊടുക്കാറുള്ളത്. അപ്പം ഇങ്ങനെ അതാണ് ഞാൻ ഇവിടെ വോയിസ് ഓവർ കൊടുക്കുന്നതും. ഓരോന്നാൾക്ക് ഇങ്ങനെ ഓരോ കഥയും പറഞ്ഞു കൊടുത്തു വേണം ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ അതൊക്കെ തീർന്നതിന് ശേഷം പിന്നെ നമ്മൾ നേരെ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ നമ്മളും നേരെ വേഗം തന്നെ ചോറ് കഴിച്ചു. വളരെ സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചായിരുന്നു ഇന്നത്തേത്. നാളെയും പിന്നെ ബിരിയാണി കഴിക്കണ്ടില്ലേ, അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ സിമ്പിളാക്കി. പിന്നെ ഇതാ ഷുട്ടൂനെ കിടത്തി ഉറക്കി. ഞാനും കുറച്ച് സമയം ഉറങ്ങിപ്പോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു. പിന്നെ അങ്ങനെ ഇതാ നല്ല ഉറക്കെല്ലാം ഉറങ്ങി നമ്മൾ എണീച്ച് അല്ലേ. ആ തരും. ഇതിപ്പം ഞാനിവക്ക് കുറച്ച് പാല്, സാധാരണ പാല് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ചൂടാക്കി കൊടുക്കട്ടെ. പിന്നെ ആൾ കുറച്ച് സമയം കുളിച്ചിട്ട് കളിച്ചിട്ട് പിന്നെ കുളിപ്പിക്കണം. അവൾക്ക് തരും. അങ്ങനെ അവൾ എണീച്ച് അവളുടെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഞാൻ ഡയറക്റ്റ് അവൾക്ക് കുറച്ച് പാല് കുടിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനത് പാലും ചൂടാക്കി വെച്ചു. അവിടെ അച്ചാച്ചനും മോളും എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ ഡയറക്റ്റ് നമ്മുടെ ചായയും വെച്ചു. നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിച്ചു. അതാ ഇതെല്ലാം അതിലെടുത്തിട്ടിട്ടാ നടക്കുന്ന ആച്ചിയമ്മ. മുട്ട വെക്കണം. ഞാൻ പാലും ഇതും എല്ലാം ഒപ്പരം കുടിക്കണ്ടെന്ന് വെച്ചിട്ടാ. ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോഴേക്ക് ഇതാ നമ്മുടെ ജാനുവേട്ടൻ കുറേ കോഴിക്കുട്ടികളെയും കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് അവൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതാണ് 3 ആൾ. എന്താ പറയുക, ഇങ്ങനത്തെ സാധനങ്ങൾ പണ്ട് നമ്മളെ ചെറുപ്പത്തിൽ നമ്മൾ കുറേ കാണുമായിരുന്നു. ഇങ്ങനെ കുറേ ആൾക്കാർ ഈ ബൈക്കിൻ്റെ പിന്നിലൊക്കെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കുറേ കാണാറില്ല. ഷുട്ടു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ സാധനത്തിനെ കണ്ടിട്ട്. എന്താ പറയുക, ആൾക്ക് കയ്യിലെടുക്കുകയും വേണമെന്നാൽ പേടിയുമാണ്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ അവനിത് കൊണ്ടുവന്ന് കുറേ നേരം ആൾ അതിനോട് കളിച്ചു കുറേ സമയം. പിന്നെയാണ് ഞാൻ അവളെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ചായ കൂടിയും പരിപാടി എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ അമ്മ ഇതാ ഷുട്ടിനെ കുളിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കണം. എന്നിട്ട് നമുക്കൊന്ന് ചാലോട് പോകേണ്ട ആവശ്യമുണ്ട്. അമ്മ കുറച്ച് പർച്ചേസും കാര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിന് വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇനി വൈകുന്നേരമുള്ള വിശേഷം. അപ്പം അങ്ങനെയൊക്കെയാണ് വൈകുന്നേരത്തെ പരിപാടി. ഞാൻ എന്തായാലും അപ്പോൾ അമ്മ ഷുട്ടിനെ കുളിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവൾക്കൊന്ന് ക്രീമൊക്കെ ഇട്ട് കൊടുത്ത് പാമ്പസൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് ഞാൻ പോയി കുളിക്കാമെന്ന് വെച്ചു. എനിക്കിന്ന് തല കുളിക്കേണ്ട ദിവസമാണെന്നല്ല, നാളെ ഇനിയിപ്പോൾ കല്യാണത്തിനെല്ലാം പോകുമ്പം വൈകുന്നേരം കുളിച്ചാൽ മുടി സെറ്റാവില്ല. അതുകൊണ്ട് എനിക്കിനി പിന്നെ ഹെഡ് വാഷ് ചെയ്യണം. അതൊക്കെയാണ് പരിപാടി. അങ്ങനെ ഇതാ ഞാൻ പെട്ടെന്ന് കുളിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടെല്ലാം ഭയങ്കര ഹറിബറിയായിപ്പോയി. ഞാൻ ഇന്നലെ വന്ന് അയച്ചിട്ട ഡ്രസ്സ് തന്നെ എടുത്തിട്ടു. ഇനിയിപ്പോൾ പെട്ടെന്ന് ഞാൻ പോയിട്ടൊന്ന് ഷുട്ടൂനെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം നമുക്ക് പോകുന്നു. വേണ്ട അങ്ങനെ നമ്മളെല്ലാവരും കുളിച്ച് റെഡിയായി വണ്ടി കയറി. ഇതാൻ്റെ മുടി ഫുള്ള് വെള്ളത്തിലല്ലേ, ഇതാ ഇങ്ങനെ കറക്റ്റായിട്ട് നാളത്തേക്ക് തന്നെ എനിക്കൊരു കുരു വന്നിട്ടുണ്ട്. ചൊരിയുണ്ടോ? സോറി, അതെനിക്ക് ചൊരിയുന്നു. അപ്പോൾ നമ്മളെന്തായാലും പോയിട്ട് വരാം. അങ്ങനെ ഇതാ നമ്മൾ ചാലോടിലെത്തി. ചാലോട് ഇപ്പോൾ പുതുതായിട്ടാണ് ഈ സിഗ്നലും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അമ്മയ്ക്ക് പിന്നെ സാരി എടുക്കണം എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ, കുറേ കല്യാണവും പരിപാടിയും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ അവിടെ പോയിട്ട് സാഗര ടെക്സ്റ്റൈൽസ് പോയിട്ട് അവിടുന്ന് ജസ്റ്റ് ചെറിയൊരു നോർമൽ റേഞ്ചിൻ്റെ ഒരു സാരി എടുക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലെത്തി. നമ്മൾ ആട്ട പൊറോട്ടയും പിന്നെ പനീർ ബട്ടർ മസാലയൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് വന്നു. അപ്പം അങ്ങനെ ഇതാ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനിയിപ്പം ഭക്ഷണം കഴിക്കണം, ഫുഡ് കഴിക്കണം. നമ്മൾ വരുന്ന വഴിക്ക് ആട്ടപ്പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആട്ടപ്പൊറോട്ടയും പനീർ ബട്ടർ മസാലയും വാങ്ങിച്ചു. ഇനിയിപ്പം വന്നിട്ട് വേറെ ഒന്നും ഉണ്ടാക്കാൻ വയ്യാന്ന് വിചാരിച്ചു. പിന്നെ ചോറ് മാത്രമേ ഉണ്ടാവും. ചോറ് രാത്രി അങ്ങനെ കഴിക്കാറില്ല. അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പം കഴിക്കണം. ചുട്ടു വന്ന് അപ്പം തന്നെ ഏച്ചിമാരുടെ അടുത്ത് കളിക്കാൻ പോയിട്ടുണ്ട് ആള് അച്ചാച്ചൻ കഴിക്കുന്ന കണ്ടപ്പോൾ കുറച്ച് ചോറ് കഴിച്ചു വന്നപ്പോൾ തന്നെ. ഇനിയിപ്പം ഫുഡ് കഴിക്കണം. അപ്പം നമുക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് കാണാം. ഷുട്ടു അച്ചാച്ചൻ ചോറ് കഴിക്കുമ്പോൾ അച്ചാച്ചൻ്റെ കൂടെ കുറച്ച് ചോറൊക്കെ കഴിച്ച് അവിടെ ഏച്ചിമാരുടെ അടുത്ത് പിന്നെയും പോയിട്ടുണ്ട് കളിക്കാൻ വേണ്ടി. അപ്പോഴേക്കും നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും ഇതാ ആളെത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതാ അവൾ അച്ചാച്ചനും അമ്മമ്മയും TV കാണുന്ന സമയത്ത് അവൾക്ക് പരസ്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പം ഇങ്ങനെ പരസ്യം കണ്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് മേലെ എത്തി. അയ്യോ എൻ്റെ കൈ തട്ടി.
ഇനിയിപ്പോ ഇവള് പിടിച്ച് കടുത്ത് ഉറക്കണം. വേഗം ഉറങ്ങാനൊന്നും പോകുന്നില്ല, എന്തായാലും ടൈം അത്രേ ആയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഇന്നത്തെ നമ്മളൊരു ദിവസത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. നാളെയാണ് നമുക്ക് കല്യാണത്തിന് പോകേണ്ടത്. നാളെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഏട്ടൻ്റെ കല്യാണമാണ്. കല്യാണത്തിന് നമ്മൾ പോകുന്നില്ല, വൈകുന്നേരം റിസപ്ഷനാണ് എല്ലാവരും പോകുന്നത്. അച്ഛനും അമ്മയും എല്ലാവരും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നാളത്തെ ഒരു പ്രധാന വിശേഷം എന്ന് പറയുന്നത്. ഗുഡ് നൈറ്റ്, സീ ടുമോറോ. അത് വായിലെത്തില്ല, എല്ലാരും കാണണേ പറ. അപ്പൊ എന്തായാലും എല്ലാവരും നമ്മളെ വീഡിയോസ് എല്ലാം കാണുക, ഇനിയും സപ്പോർട്ട് ചെയ്യുക. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പൊ നമ്മൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. ബൈ ബൈ, ഗുഡ് നൈറ്റ്. ആ ഷുട്ടുവാ പറഞ്ഞു.